നമസ്കാരം. നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ അത് നിസ്സംശയം പറയാം നേമമാണ് എന്ന്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. നേമത്ത് 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടിയിരുന്നു. ഏതാണ്ട് 7000-ലധികം വോട്ടുകൾക്ക് BJPയുടെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന O. രാജഗോപാൽ അവിടെ ചരിത്ര വിജയം നേടിയിരുന്നു. BJP കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുന്നതും നേമം നിയമസഭാ മണ്ഡലത്തിലാണ്. അതിനുശേഷം 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ BJPക്ക് നേമമണ്ഡലം കൈവിട്ടുപോയി. ഇടതുമുന്നണിയും വലതുമുന്നണിയും ചേർന്ന് നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന പ്രചരണമാണ് പിന്നീട് നടന്നത്. ഒരിക്കൽ തുറന്ന അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചതാണ്, ഇനി ആ അക്കൗണ്ട് ഒരിക്കലും തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ LDFും UDFും ഒരുപോലെ വീരവാദം മുഴക്കുന്നത്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കുന്നുണ്ട്. CPIMൻ്റെ മന്ത്രി കൂടിയായ V. ശിവൻകുട്ടി LDFിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശബരിനാഥൻ കൂടി UDFിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം നടത്തുകയാണ്. വലിയ പോരാട്ടം തന്നെ, തീപാറും പോരാട്ടം തന്നെ നേമമണ്ഡലത്തിൽ നടക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നേമമണ്ഡലത്തിൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ നേമത്തെ തൻ്റെ പ്രചരണത്തിൻ്റെ ഗിയർ മാറ്റിയിരിക്കുന്നത്. നേമത്തിൻ്റെ ഹൃദയഭാഗത്ത് കരുമൻ ജംഗ്ഷനിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അല്ലെങ്കിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഓഫീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാര്യാലയം ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. നേമത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ പോരാട്ടം, അല്ലെങ്കിൽ മന്ത്രിയും അതുപോലെ തന്നെ ഇപ്പുറത്ത് ശബരിനാഥൻ അടക്കമുള്ള നേതാക്കന്മാർ, അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ BJPക്ക് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ പിൻബലം കണക്കുകളിലാണ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 55,837 വോട്ടുകളോടുകൂടി 38% വോട്ട് നേടി LDF അവിടെ വിജയിക്കുമ്പോൾ BJPക്ക് 51,888 വോട്ട് മാത്രം നേടാനേ സാധിച്ചുള്ളൂ. അങ്ങനെയാണ് BJP അവിടെ പരാജയപ്പെടുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 61,227 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. അതായത് 45.8%. നേമത്തെ BJPയുടെ ഏറ്റവും വലിയ വോട്ടാണത്. 39,101 വോട്ടുകൾ മാത്രമേ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ UDFിൻ്റെ ശശി തരൂരിന് നേടാൻ സാധിച്ചുള്ളൂ. അതായത് 29.26% മാത്രം. അതായത് നേമം നിയോജക മണ്ഡലത്തിൽ മാത്രം BJPക്ക് അന്ന് കിട്ടിയ ഭൂരിപക്ഷം 22,126 വോട്ടുകളാണ്. ഈ 22,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് BJPയുടെ ഈ ആത്മവിശ്വാസത്തിൻ്റെ കാരണം. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് ഏതാണ്ട് നിലനിർത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ സൂചിപ്പിച്ചാൽ ഈ നേമം നിയോജക മണ്ഡലത്തിലെ മിക്ക വാർഡുകളിലും വിജയിച്ചിരിക്കുന്നത് BJPയുടെ കൗൺസിലർമാരാണ്. മാത്രമല്ല, അവർ നേടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇപ്പോൾ നേമം നിയോജക മണ്ഡലത്തിൽ ഇപ്പോഴും BJP 1ാം സ്ഥാനത്താണ്. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നേമത്ത് BJP ഇത്തവണ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. നേമത്ത് തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്തതോടുകൂടി പ്രചരണത്തിൻ്റെ ഗിയർ അവർ മാറ്റിയിരിക്കുകയാണ്. പ്രസംഗിക്കാൻ പോകുന്നില്ല, പക്ഷേ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 2024 എനിക്ക് നമ്മുടെ നരേന്ദ്രമോദിജി ഒരു അവസരം തന്നു തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിക്കാൻ. തിരുവനന്തപുരം ജനങ്ങൾക്ക് വേണ്ടി അവരെ സേവിക്കാൻ ഒരു അവസരം തന്നു. ഞാൻ അവിടെ 24 മാർച്ച് 7 മുതൽ പ്രവർത്തിച്ചു. നിങ്ങളെല്ലാവരെയും പിന്തുണയും. ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു വ്യക്തിയായിരുന്നു, ആരും എന്നെ അറിഞ്ഞില്ല. പക്ഷേ ആ ഇലക്ഷനിൽ നല്ല ഒരു വർക്ക്, നല്ല ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഒരു നല്ല വോട്ട് എനിക്ക് പിടിക്കാൻ കിട്ടി. ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു വികസിത തിരുവനന്തപുരം സൃഷ്ടിക്കാൻ, ഒരു വികസിത തിരുവനന്തപുരത്തെ ഒരു കാഴ്ചപ്പാട് ഞാൻ അന്ന് മുമ്പോട്ട് വെച്ചു, പാർട്ടി മുമ്പോട്ട് വെച്ചു. നടപ്പിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തത് ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ തിരുവനന്തപുരം വിടില്ല. ഈ സ്വപ്നം, വികസിത തിരുവനന്തപുരത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ട് മാത്രമേ ഞാൻ ഇവിടെ പോകുള്ളൂ. അന്ന് പറഞ്ഞതാണ്. ഞാൻ ഇവിടെ വീട് വാങ്ങിച്ചു, വിട്ടില്ല. ആദ്യത്തെ ഒരു ലക്ഷ്യം
കോർപ്പറേഷൻ പിടിക്കാനായിരുന്നു. അത് ജനങ്ങൾ പിന്തുണയുണ്ട്, കോർപ്പറേഷൻ പിടിക്കും. ആ ലോക്സഭ ഇലക്ഷൻ ഞാൻ കഴിഞ്ഞ് അനലൈസ് ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹം ഒരു പുതിയൊരു വ്യക്തി, അറിയാത്തൊരു വ്യക്തി, പ്രധാനമന്ത്രി അയച്ച ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹവും പിന്തുണയും തന്നത് നിയമമണ്ഡലത്തിൽ ജനങ്ങൾ. അന്നും ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഈ കടപ്പാട് ഞാൻ മറക്കില്ല. അതിനുവേണ്ടി, അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാവും, കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ അത് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ ഈ ഇലക്ഷൻ മത്സരിക്കുന്നത് ഞാൻ ഒരു ഇന്നതാവണമെന്നോ മറ്റേതാവണമെന്നോ പവറിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഈ നാട്ടിൽ വികസനം കൊണ്ടുവരണം എന്ന എൻ്റെ ഒരു വാശിയാണ്, പാർട്ടിൻ്റെ ഒരു വാശിയാണ്. ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരണം എന്ന് ഞങ്ങളുടെ ഒരു വാശിയാണ്, ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അപ്പം അത് മുമ്പോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. നേമം മണ്ഡലം മാത്രമല്ല, 140 മണ്ഡലങ്ങളിൽ ഈ ഇലക്ഷനിൽ NDAന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നേമം മണ്ഡലത്തിന് വേണ്ടി, നേമം ജനങ്ങൾക്ക് വേണ്ടി, തിരുവനന്തപുരം ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിന് ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ജയിപ്പിക്കുന്നത് എന്നെ മാത്രമല്ല, പാർട്ടിനെയാണ്, NDAനെയാണ്, നമ്മുടെ നാടിനെയാണ്, നിയമത്തിനാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ നിയമത്തിനെ ജയിപ്പിക്കാനും കേരളത്തിനെ ജയിപ്പിക്കാനും ഒരു ഇലക്ഷനായിട്ട് എല്ലാവരും കാണണം എന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. ഒരുമിച്ച് ഒറ്റക്കെട്ട് 70 കൊല്ലം നമ്മുടെ തലേ കെട്ടിവെച്ച ഈ വിവാദ രാഷ്ട്രീയം, CPM-ഉം കോൺഗ്രസ് കെട്ടിവെച്ച വിവാദ രാഷ്ട്രീയം, പ്രീണ രാഷ്ട്രീയം, അഴിമതി രാഷ്ട്രീയം, തൊഴിലില്ലാത്ത രാഷ്ട്രീയം, വിലക്കയറ്റം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയം, ഒന്നും ചെയ്യാണ്ട് MLA-മാര് 10, 15, 20 കൊല്ലം കുത്തിയിരിക്കുന്ന രാഷ്ട്രീയം, അത് മാറ്റണം. ആ മാറ്റേണ്ട ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. അപ്പോൾ എന്നെ സഹായിക്കണം, പിന്തുണ തരണം, ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കണം, നാടിന് മുമ്പോട്ട് കൊണ്ടുപോകണം, നിയമത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ വികസിത നിയമം ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ഈ മാറ്റം തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. നേമം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 4.5 വർഷം മുമ്പ് തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ രാഷ്ട്രീയം നേമം മണ്ഡലത്തിൽ നിന്ന് അവസാനിപ്പിക്കണമെന്ന്. ഈ തെരഞ്ഞെടുപ്പ്, നേമം മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർജി വിജയിക്കേണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ഉള്ള തലമുറയ്ക്കും വരാൻ പോകുന്ന തലമുറയും ഒരു തിരുത്തലിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. രാജീവേട്ടൻ പറഞ്ഞു, അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഒരു അവസരം 2024 കൊടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്കൊക്കെ വേണ്ടി, അതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളിലൊക്കെ തന്നെ PM ശ്രീ എന്നൊരു പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ മേഖലയിലെ ഒരു സ്കൂളിന് 1 കോടി, 1.5 കോടി, 2 കോടി രൂപ ക്ലാസ് റൂം മെച്ചപ്പെടുത്തുന്നതിനും പഠന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൊടുത്തിട്ട് സംസ്ഥാന സർക്കാരിനോട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് പറയുകയാണ് ആ എഗ്രിമെന്റിൽ ഒപ്പിടണം, അതിൽ നിന്നും കിട്ടുന്ന എല്ലാ നേട്ടങ്ങളും പറ്റിക്കൊണ്ട് കേരളത്തെ വിദ്യാഭ്യാസപരമായി മുന്നോട്ടെത്തിക്കണമെന്ന്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നട്ടല്ലുറപ്പോടെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ഈ രാഷ്ട്രീയ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള വിധി എഴുത്തായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത്. ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ കോർപ്പറേഷന്റെ ഭരണം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആശയും ഞാനും MR-ഉം അജിയും പ്രത്യേകിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഒക്കെ തന്നെ സ്കൂളുകളിൽ പോകുമ്പോഴേക്കും ഞങ്ങളുടെ മുമ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സ്മാർട്ട് ക്ലാസ് റൂം വരണമെന്നാണ്. സ്മാർട്ട് ക്ലാസ് റൂം നടപ്പിലാക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നരേന്ദ്രമോദി ഗവൺമെന്റ് അനുവദിച്ചപ്പോൾ അവിടെ പോയിട്ട് ഒപ്പിടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഘട്ടം ഒപ്പിട്ടതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിനെ കബളിപ്പിച്ച് ആദ്യഘട്ടം പണം നേടിയെടുത്തിട്ട് കരാറിൽ നിന്ന് പിന്മാറുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടുത്തെ ഗവൺമെന്റ് നടത്തിയത്, ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത്. അത്തരത്തിലുള്ള ഒരു ഒളിച്ചുകളിക്കാരന് ഇനി കേരള രാഷ്ട്രീയത്തിൽ അവസരം കൊടുക്കണോ എന്ന് ചിന്തിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. അതായത് നേമം മണ്ഡലത്തിന്റെ മാത്രമല്ല
കേരളത്തിലെ മുഴുവനും സാമ്പത്തികമായി ഉൾപ്പെടെ പിന്നോക്കം നിൽക്കുന്ന മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇരുളടയ്ക്കുന്ന നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ് നിയമത്തെ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ BJPക്ക് അധികാരം ഭരണം നൽകിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ചർച്ച കാരണം കഴിഞ്ഞ 40-45 വർഷം കൊണ്ട് നടത്തിയ ഇടതുപക്ഷ ഭരണസമിതി നടത്തിയ ഓരോരോ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകണം. മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും നല്ല മാതൃകകൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ളപ്പോഴേക്കും വിളപ്പിൽശാല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മനോഹരമായ ഒരു പദ്ധതിയെ അഴിമതി നടത്തി തകർത്തു തരിപ്പണമാക്കി ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും ജനങ്ങൾ ഭയത്തോടെ കാണുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചതിന്റെ തുടക്കക്കാരൻ ആരാണെന്നുള്ളത് നിയമം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ വീണ്ടും നിയമസഭയിൽ എത്തണോ വേണ്ടമോ എന്ന് നിയമത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് ഇനി വരാൻ പോകുന്ന കുടുംബയോഗങ്ങളിലും രാഷ്ട്രീയ യോഗങ്ങളിലും മാധ്യമ ചർച്ചകളിലും ഒക്കെ തന്നെ മുഴങ്ങി കേൾക്കേണ്ടത് ഈ ശബ്ദമാണ്. അതിനൊക്കെ തന്നെ തീർച്ചയായിട്ടും തിരുത്തൽ ശക്തിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർജി വന്നിട്ടുള്ളത്. പിന്നെ നിയമമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 22,500 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ നിയോജക മണ്ഡലം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ജനാധിപത്യ കേരളത്തിലെ രാഷ്ട്രീയ തിരുത്തലിന്റെ തുടക്കമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇനിയുള്ള ഒരു 10-20 ദിവസം മുഴുവൻ ആൾക്കാർക്കും കേരളത്തിന്റെ വികാരം നിയമത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാനുള്ള ഒരു വളരെ വലിയൊരു ക്ഷേത്രമായി മാറട്ടെ ഈ ഒരു ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ ആശംസയും അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.